ഇങ്ങനെ അത്രയും പണി തീർന്നിട്ടിരിക്കുമായിരുന്നല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലാപ്ടോപ്പ് അത്യാവശ്യം നല്ല രീതിയിൽ വീക്കായിട്ടിരിക്കുകയാണ്. ലൈറ്റിന് ചെറിയ ഇഷ്യൂ ഉണ്ടെന്ന് നോക്കിയാൽ എന്നാലും അഡ്ജസ്റ്റ് ചെയ്യണം. ഈ ലാപ്പ് മേടിച്ചിട്ട് കുറേ നാളായി. ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. മാക്സിമം ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ഇപ്പം ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് ഓവർ ഹീറ്റിങ് കാര്യങ്ങൾ, ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഫാൻ കിടന്ന് കറങ്ങൽ, അങ്ങനത്തെ കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് എന്നാ പറയാനാ, നമ്മൾ ഇന്നിപ്പോൾ എഡിറ്റ് ചെയ്ത് തീർന്ന് ഇന്ന് ഇറങ്ങേണ്ട വീഡിയോ റെൻഡർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ലാപ്ടോപ്പ് ഓഫായിപ്പോയി. എന്നാ പറ്റിയെന്ന് എനിക്കറിയാൻ പാടില്ല. എനിക്ക് സർവീസ് സപ്പോർട്ട് പറഞ്ഞ ടീമിനെ ഞാൻ വിളിച്ചു. അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ട് നടപടിയായില്ല. കൊണ്ടുവന്ന് ചെല്ലാൻ പറഞ്ഞു. ഞാൻ കൊണ്ടുപോവാണ്. ഈ ലാപ്പിന് എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല, എന്താവുമെന്ന് അറിയാൻ പാടില്ല. നന്നായി കഴിഞ്ഞ് എൻ്റെ കൈ കെട്ടിക്കഴിഞ്ഞ് ഇന്ന് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും, അല്ലെങ്കിൽ അതിൻ്റെ ബാക്കി നോക്കും. ഒരു ഐഡിയ ഇല്ല. പോയിട്ട് വരാം. ലാപ്ടോപ്പ് കൊടുത്തു, സർവീസ് സെൻ്ററിൽ പോയി. എനിക്കറിയാൻ പാടില്ല ഈ ഒരു കാര്യം നടക്കുമെന്നുള്ളത്. ഐ വാസ് റിയലി എക്സ്പെക്റ്റിംഗ്. കാരണം ലാപ്പ് അത്രയും ഒരു ശോചനീയാവസ്ഥയിലോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എത്ര വർഷം മുന്നേ വാങ്ങി ഒരു ബേസിക് ലാപ്പാണ്. അതിൽ ഞാൻ ചെയ്യാത്ത കാര്യങ്ങളൊന്നുമില്ല, എക്സ്പീരിമെൻ്റ് ചെയ്യാത്ത പ്രോജക്റ്റുകളൊന്നുമില്ല. പക്ഷേ ഇനി എനിക്ക് അടുത്തൊരു അപ്ഗ്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മാക്കായിരിക്കണം, അല്ലെങ്കിൽ അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ളൊരു സിസ്റ്റം ആയിരിക്കണം. അല്ലാണ്ട് എൻ്റെ കാര്യങ്ങളൊന്നും മുന്നോട്ടേക്ക് നീങ്ങത്തില്ല. മാക്കാണെങ്കിൽ എന്നാ പറയുക, ബാറ്ററി ബാക്കപ്പ് കുറച്ചും കൂടെ കൂടുതലുണ്ടാവും. ഞാൻ എന്നാ പറയാ, അവർ പറയണേ ചിലപ്പോൾ ഹാർഡ്വെയർ ആയിരിക്കാം, ബോർഡിൻ്റെ ഇഷ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ SSD അടിച്ച് പോയതായിരിക്കാം. കുറച്ച് നാളായിട്ട് ലാപ്ടോപ്പിൻ്റെ ഫാനിന് നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ലാപ്പ് തുറക്കുമ്പോൾ തന്നെ ഭയങ്കര ലോഡ് എടുത്ത് വലിക്കണം, അതിൻ്റെ ഫാൻ കിടന്ന് കറങ്ങുമായിരുന്നു. ഇതേ ഒരു സിറ്റുവേഷൻ വന്നിട്ട് ഓൾറെഡി ഞാൻ എൻ്റെ ലാപ്പ് അപ്ഗ്രേഡ് ചെയ്യണതിൻ്റെ ഭാഗമായിട്ട് അതിലൊരു 1 TB ഹാർഡ് ഡിസ്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ മുകളിലൊരു SSD ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഹാർഡ് ഡിസ്ക് ഒന്നാമത്തെ കേസ് അടിച്ചു പോയി. എൻ്റെ കുറേ ഡാറ്റാസ്, എൻ്റെ 3-4 വർഷത്തെ മെമ്മറീസ് എല്ലാം പോയി. എറണാകുളത്തൊരു ലാബിൽ കിടക്കുന്നുണ്ട്. 10,000 രൂപയാണ് അത് സെറ്റ് ചെയ്യാൻ വേണ്ടി. ഈ ഒരു SSD ഉള്ള കാരണമാണ് ഞാനത് ഈ ഒരു ലാപ്പ് എൻ്റെ വർക്കിന് വേണ്ടി യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതും അടിച്ചു പോയി കഴിഞ്ഞാൽ എനിക്ക് ഈ ലാപ്പ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. 5-6 രൂപ 5,000-6,000 മുടക്കി കഴിഞ്ഞ് ഈ ലാപ്പിലേക്ക് ഒരു SSD മേടിച്ചിട്ട് കഴിഞ്ഞാൽ വർക്കിംഗ് കണ്ടീഷൻ അല്ല. ഈ അങ്ങോട്ടേക്ക് എന്നാ ചെയ്യുന്ന അറിയാൻ പാടില്ല. എനിക്ക് ഫിഗർ ഔട്ട് ചെയ്യണം. ഇന്ന് നമ്മുടെ ഈ ചാനലിൽ വ്ളോഗ് ഇറക്കട്ടെ ആയിരുന്നു, പക്ഷേ ഇത് ചെയ്യാൻ പറ്റത്തില്ല. ലാസ്റ്റ് മിനിറ്റ് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ സംഭവം പറ്റിപ്പോയത്. ഇന്നത്തെ ഒരു ഹോളിഡേയിൽ നിങ്ങൾ എൻ്റെ കൂടെ ട്രാവൽ ചെയ്യുന്നുണ്ടായിരുന്നില്ലേ. പക്ഷെ അതിലൊരു നല്ല പാട്ട് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ മൈസെൽഫിലൊരു വീഡിയോ, അതിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് തംബ്നെയിലും എഡിറ്റ് ചെയ്ത് ഡിസ്ക്രിപ്ഷനിലും സെറ്റ് ചെയ്ത് നമ്മൾ ഔട്ട് ഇറക്കിയായിരുന്നു. നോക്കാം എന്താവുമെന്ന്. സങ്കടപ്പെട്ടിരുന്നിട്ടോ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടോ വേറെ കാര്യമൊന്നുമില്ലല്ലോ. എന്തായാലും ഇന്ന് വീഡിയോ ഇറക്കൽ നടക്കത്തില്ല. വിൻഡോസ് എന്തായാലും ക്രാഷ് ആയിട്ടുണ്ട്. അവർ വിൻഡോസ് വേറെ ചെയ്യാമെന്ന് പറയുന്നു, ചെയ്ത് നമുക്ക് നോക്കാതെ പറയണം. പക്ഷെ ലാപ്പിൽ ഒരു ചെറിയൊരു അരക്ക പോലും ഇല്ല, വേറെ ഒന്നുമില്ല.